KSRTC സൗജന്യയാത്ര ആളെ പറ്റിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പ്രതിപക്ഷം സഹകരിക്കില്ലെന്നും എല്ലാ KSRTC ബസ്സിലും സൗജന്യയാത്ര ഉണ്ടാകുമെന്ന് പറഞ്ഞവർ വാക്ക് പാലിച്ചില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. KSRTC സൗജന്യയാത്ര ആളെ പറ്റിക്കില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. പ്രതിപക്ഷം സഹകരിക്കില്ലെന്നും എല്ലാ ബസ്സിലും സൗജന്യയാത്ര ഉണ്ടാകുമെന്ന് പറഞ്ഞവർ വാക്കുപാലിച്ചില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ നിന്ന് പ്രതിപക്ഷ MLA-മാർ വിട്ടുനിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വിനാശകാലെ വിപരീത ബുദ്ധി എന്നായിരുന്നു CPM വിമർശനങ്ങളോട് ഗതാഗത മന്ത്രി CP ജോണിന്റെ പ്രതികരണം. വരുന്നാളുകളിൽ CPM തെറ്റുതിരുത്തുമായിരിക്കുമെന്നും പ്രതിപക്ഷ MLA-മാരോട് ചടങ്ങിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നതായും മന്ത്രി പറഞ്ഞു. അതേസമയം UDF സർക്കാരിന്റെ പ്രകടന പത്രികകളിലെ വലിയ വാഗ്ദാനങ്ങളിലൊന്നാണ് നടപ്പാക്കപ്പെടുന്നത്. പ്രിയദർശിനി സൗജന്യയാത്രാ പദ്ധതിയുടെ ഫ്ളാഗ് ഓഫ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ തിങ്കളാഴ്ച രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ഉദ്ഘാടനത്തിന് ശേഷം മാത്രമായിരിക്കും സൗജന്യയാത്ര. പദ്ധതിയുടെ ഒന്നാം ഘട്ടം ഓർഡിനറി ബസ്സുകളിലാണ്. ഓർഡിനറി ബസ്സുകളിൽ തന്നെ 7 വിഭാഗങ്ങളിൽ സൗജന്യയാത്ര ലഭിക്കും. ഓർഡിനറി, സിറ്റി ഓർഡിനറി, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, ഫയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, പോയിന്റ് ടു പോയിന്റ് ഓർഡിനറി, ടൗൺ ടു ടൗൺ ഗ്രാമവണ്ടി എന്നിവയിലാണ് ആനുകൂല്യം. സൗജന്യം ലഭിക്കുന്ന ബസ്സുകളിൽ പ്രിയദർശിനി പദ്ധതിയുടെ സ്റ്റിക്കറും പതിക്കും. സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കുമാണ് സൗജന്യയാത്ര. ഒരു തിരിച്ചറിയൽ കാർഡും ഇതിനായി നൽകേണ്ടതില്ല. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡറുകൾക്കും സൗജന്യമാണ്. സ്കൂൾ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് കൺസെഷൻ കാർഡും വേണ്ട. പദ്ധതിക്ക് ദൂരപരിധിയും നിശ്ചയിച്ചിട്ടില്ല.